ഇന്നൊരു നാടൻ കൂന്തൽ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം കൂന്തലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ, ലോ ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 10 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും, 5 പച്ചമുളക്, ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ, 1/4 കപ്പ് തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെറിയ ഉള്ളി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല കനം കുറച്ച് വേണം സവാള അരിയാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വേഗം വഴണ്ട് കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞെല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി പൊടികളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇപ്പോൾ കൂന്തൽ ഇവിടെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പൊടിയുടെ പച്ചമണവും മാറി മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കൂന്തൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെന്ത വെള്ളത്തോട് കൂടി വേണം കൂന്തൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കൂന്തലൊക്കെ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതുമാണ് ചേർക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് വേറൊന്നും ചേർക്കാനില്ല, റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത്